ലൈംഗികാരോപണ പരാതിയിൽ നടൻ സിദ്ദിഖിനെതിരെ കുരുക്ക് മുറുകുകയാണ്. സിദ്ദിഖും പരാതിക്കാരിയായ യുവനടിയും തിരുവനന്തപുരത്തെ ഹോട്ടലിൽ ഉണ്ടായിരുന്നതിന് തെളിവ് അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ഉച്ചയ്ക്ക് ശേഷം നടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തും. ജയസൂര്യക്കെതിരായ പരാതിയിൽ പൊതുഭരണ വകുപ്പിനോട് അന്വേഷണ സംഘം വിവരങ്ങൾ തേടി എന്ന വിശദാംശങ്ങൾ കൂടി ഇപ്പോൾ വരുന്നുണ്ട്. അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത്. അജീഷ്, അന്വേഷണ സംഘത്തിന് ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ സിദ്ദിഖിനെതിരായ പരാതിയിൽ ലഭിച്ചിട്ടുണ്ടല്ലേ? എതിരായ പരാതിയിൽ ഏറ്റവും നിർണായകമായ തെളിവ് എന്ന് പറയുന്നത് മസ്കറ്റ് ഹോട്ടലിൽ ഇരുവരും ഒരുമിച്ച് ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. അതിനായിട്ടാണ് കഴിഞ്ഞ ദിവസം മസ്കറ്റ് ഹോട്ടലിനോട് രേഖകൾ ആവശ്യപ്പെട്ടത്. ഈ രേഖകൾ ഇപ്പോൾ കിട്ടിയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിലെ രജിസ്റ്ററിൽ ഇരുവരുടെയും പേര് ഉണ്ടായിരുന്നു. അതായത് സിദ്ദിഖിനെ കാണാൻ നടി എത്തി എന്നുള്ളതിന് തെളിവായി ആ തെളിവ് അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട്. സിദ്ദിഖിന്റെ മുറി ഉണ്ടായിരുന്നത് ഒന്നാമത്തെ നിലയിലാണ്. അതായത് മസ്കറ്റ് ഹോട്ടലിലെ ഒന്നാമത്തെ നിലയിലാണ് സിദ്ദിഖിന്റെ മുറി ഉണ്ടായിരുന്നത്. സിദ്ദിഖിനെ കാണാൻ റിസപ്ഷനിലെ രജിസ്റ്ററിൽ പേരെഴുതി ഒപ്പുവെച്ചാണ് നടി മുറിയിലെത്തിയത്. ഈ മുറിയിൽ വെച്ചാണ് പീഡിപ്പിക്കപ്പെട്ടതെന്നാണ് മൊഴി നൽകിയിരിക്കുന്നത്. സിദ്ദിഖ് ആവശ്യപ്പെട്ട പ്രകാരമാണ് മുറിയിലെത്തിയതെന്നും നടി പോലീസിനെ കഴിഞ്ഞ ദിവസം മൊഴി നൽകിയിരുന്നു. എന്തായാലും സിനിമയുടെ പ്രീ ഷോ കഴിഞ്ഞ ശേഷമാണ് ഹോട്ടലിൽ എത്തിയതെന്നായിരുന്നു മൊഴി. എന്തായാലും തിയേറ്ററിൽ നിന്നുള്ള വിവരങ്ങളും പോലീസ് ശേഖരിക്കും. നില തിയേറ്ററിൽ വെച്ചായിരുന്നു ആദ്യമായി ഇവർ കണ്ടുമുട്ടിയത്. അതിനുശേഷം ഈ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. അതായത് സിനിമ ചർച്ചയ്ക്ക് വേണ്ടിയെന്ന് പറഞ്ഞാണ് സിദ്ദിഖ് മുറിയിലേക്ക് വിളിച്ചതെന്നായിരുന്നു നടിയുടെ ആരോപണം. ഇവിടെ വെച്ചാണ് സിദ്ദിഖ് തന്നെ ക്രൂരമായി പീഡിപ്പിച്ചതെന്ന് മൊഴി നൽകിയിരുന്നു. ഇക്കാര്യം താൻ മാതാപിതാക്കളോട് പറഞ്ഞിരുന്നതായും നടി മൊഴി നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം നില തിയേറ്ററിലെ പ്രിവ്യൂ ഷോയ്ക്ക് ശേഷമായിരുന്നു ഇത്. പ്രിവ്യൂ ഷോയിൽ ഇരുവരും ഒപ്പമുണ്ടായിരുന്നുവെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. നടിയുടെ മാതാപിതാക്കളുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തും. ഉച്ചയ്ക്ക് ശേഷം നടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഇന്നലെയാണ് തീരുമാനിച്ചത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കേസാണ് ജയസൂര്യക്കെതിരെയുള്ളത്. ഇത് പൊതുഭരണ വകുപ്പിനോട് വിവരങ്ങൾ തേടി അന്വേഷണ സംഘം ജയസൂര്യക്കെതിരായ കേസിലാണ് വിവരങ്ങൾ തേടിയത്. കന്റോൺമെന്റ് സ്റ്റേഷനിലാണ് ഈ കേസ് എടുത്തിട്ടുള്ളത്. സെക്രട്ടേറിയറ്റിൽ വച്ചാണ് തന്നെ കടന്നു പിടിച്ചതെന്ന് നടി നേരത്തെ മൊഴി നൽകിയിരുന്നു. കൊച്ചി സ്വദേശിയായ നടിയാണ്. സിനിമ ഷൂട്ടിംഗ്, അതായത് ദേ ഇങ്ങോട്ട് നോക്കി എന്ന ആ സിനിമയുടെ ഷൂട്ടിംഗ് സെക്രട്ടേറിയറ്റിനുള്ളിൽ വെച്ച് നടന്നപ്പോൾ കടന്നു പിടിക്കാൻ ശ്രമിച്ചു എന്നാണ് ആരോപണം. അത് സിനിമ ഷൂട്ടിങ്ങിന് സെക്രട്ടേറിയറ്റ് വാടകയ്ക്ക് നൽകിയതിന്റെ വിവരങ്ങളാണ് പൊതുഭരണ വകുപ്പിനോട് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ തേടിയിട്ടുള്ളത്. യെസ്, അപ്പോൾ രഹസ്യമൊഴി എടുക്കാനിരിക്കുന്നതേ ഉള്ളൂ പരാതിക്കാരിയുടേത്. അവർ പറഞ്ഞ ആരോപണങ്ങൾ, പരാതികൾ ശരിവെക്കുന്ന ചില വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ഇതിനോടകം ലഭിച്ചിട്ടുണ്ട് എന്നാണ് തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. മസ്കറ്റ് ഹോട്ടലിലെ പരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട്. അന്വേഷണ സംഘം മടങ്ങി. തെളിവ് ശേഖരിച്ചത് കന്റോൺമെന്റ് എസിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് എന്ന് തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വളരെ വേഗത്തിൽ ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്, അന്വേഷണ സംഘം ഇടപെടുന്നുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ കഴിയുന്നത്. തെളിവുകൾ പരമാവധി പരാതി വന്ന ആദ്യ ദിവസങ്ങളിൽ തന്നെ അന്വേഷണ സംഘം ശേഖരിക്കുകയും ചെയ്തു.